الحمد لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ഏറെ സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, പുറത്ത് ഇരിക്കുന്ന സഹോദരങ്ങളൊക്കെ അകത്ത് പള്ളിയിലേക്ക് ഇരിക്കും. നല്ല കൂളിംഗ് ഉണ്ട്. അപ്പോ പുറത്തിരുന്ന് ചൂട് കൊള്ളണ്ട. പിന്നെ നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുകയും ചെയ്യാം. അല്ലാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, പ്രാർത്ഥനകളുമായി നമ്മൾ കാത്തിരുന്ന വിശുദ്ധമായ റമളാൻ നമ്മിൽ സമാഗതമായി. ഒരു വിശ്വാസിയുടെ മനസ്സും ശരീരവും ആത്മാവും ഒരുപോലെ ആനന്ദിക്കുന്ന നിമിഷങ്ങളാണ് നമ്മൾ കടന്നു പോകുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലാ അലിഹി വസഹ്ബിഹി വസല്ലം പറഞ്ഞതുപോലെ, മാ മർറ ബിൽ മുസ്ലിമീന ശഹ്റുൻ ഖൈറുൻ ലഹും മിൻ റമളാൻ. മുസ്ലിമീങ്ങൾക്ക് റമളാനിനേക്കാൾ ഉത്തമമായൊരു മാസം വരാനില്ല. റമളാനിലൂടെ ഒരു വിശ്വാസിക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ പോലെ വേറെ ഏത് മാസത്തിൽ കിട്ടാനാണ്? റമളാനിൽ വിശ്വാസിയുടെ ഹൃദയം തുടിക്കുന്നത് പോലെ, ആനന്ദിക്കുന്നത് പോലെ വേറെ ഏത് മാസത്തിലാണ്? വമാ മർറ ബിൽ മുനാഫിഖീന ശഹ്റുൻ ശർറുൻ ലഹും മിൻ റമളാൻ. തിരുനബി ഇതും കൂടി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, കപട വിശ്വാസികൾക്ക് റമളാനിനേക്കാൾ മോശമായ ഒരു മാസവും വരാനില്ല. എന്താ കപട വിശ്വാസികൾക്ക് റമളാൻ മോശമാകാൻ കാരണം? റമളാൻ സഹനതയുടെ മാസമാണ്, റമളാൻ ക്ഷമയുടെ മാസമാണ്, റമളാൻ നോമ്പിന്റെ മാസമാണ്. അപ്പോൾ വിശ്വാസികളെല്ലാം പൊതുവിൽ പരസ്യമായി തന്നെ ഈ പവിത്രമായ മാസത്തെ ആദരിക്കുമ്പോൾ, ബഹുമാനിക്കുമ്പോൾ, അതിനോടുള്ള മര്യാദ പാലിക്കുമ്പോൾ കപട വിശ്വാസികൾക്ക് അവരോടൊപ്പം ചേരാതിരിക്കാൻ കഴിയില്ല. എന്നാൽ അവന്റെ മനസ്സതിനെ ഉൾക്കൊള്ളോ? അതുമില്ല. അപ്പോൾ അവന്റെ മനസ്സിനെ വഞ്ചിച്ചുകൊണ്ട് തന്നെ, കാരണം അവന് റമളാനിനെ കുറിച്ച് വിശ്വാസമില്ല, അള്ളാഹുവിനെ കുറിച്ച് വിശ്വാസമില്ല. പക്ഷേ പുറമെ അവൻ ആളുകളുടെ മുമ്പിൽ അത് കാണിക്കേണ്ടിയും വരും. അവരാണ് ആര്? മുനാഫിഖീങ്ങൾ, കപട വിശ്വാസികൾ. അവർക്ക് ഏറ്റവും മോശമായ മാസം ഈ റമളാനാണെന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്ക് നോമ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്. നോമ്പിന്റെ നിബന്ധനകളൊക്കെ നമ്മൾ പാലിച്ചുകൊണ്ട് തന്നെ നോമ്പ് അനുഷ്ഠിക്കുന്നവരാണ്. എന്നാൽ പരിശുദ്ധ ഇസ്ലാമിൽ പ്രധാനമായ പഞ്ചസ്തംഭങ്ങൾ, ആ ഓരോ ഇബാദത്തുകൾക്കും അല്ലാഹു തആല ഓരോ ലക്ഷ്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഉദ്ദേശ്യമില്ലാത്ത, ലക്ഷ്യമില്ലാത്ത ഒരു ഇബാദത്തുമില്ല. നമ്മോട് അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ള, നിർബന്ധമാക്കിയിട്ടുള്ള ഏതൊരു അമലുണ്ടോ ആ അമലിനൊക്കെ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം സാധ്യമാകുമ്പോഴാണ് ആ ഇബാദത്ത് അന്വർത്ഥമാകുന്നത്, ആ ഇബാദത്തിന് അർത്ഥമുണ്ടാകുന്നത്.
ഒരാൾ നിസ്കരിക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചു. നമ്മളുടെ റുകൂഉം നമ്മളുടെ സുജൂദും നമ്മളുടെ ഈ ഒരു എക്സസൈസ് പോലെയുള്ള നിസ്കാരത്തിന്റെ കർമ്മങ്ങൾ അല്ലാഹു തആല കണ്ടിട്ട് അല്ലാഹുവിന് എന്താണ്? പിന്നെ എന്തിനാണ് അല്ലാഹു തആല നിസ്കാരം നിർബന്ധമാക്കിയത്? ഖുർആൻ അതിനെ പ്രഖ്യാപിച്ചു, വഅഖിമിസ് സ്വലാത ലിദിക്രി വഅഖിമിസ് സ്വലാത ലിദിക്രി. നിങ്ങൾ നിസ്കരിക്കണം, നിസ്കാരത്തെ നിലനിർത്തണം. ലിദിക്രി, എന്തിനു വേണ്ടി? എന്റെ സ്മരണയെ നിലനിർത്താൻ. നിസ്കരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിന്റെ സ്മരണ നിലനിർത്താൻ. അപ്പോൾ ഒരാള് നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ അവന്റെ നിസ്കാരത്തിനോ നിസ്കാരത്തിന് മുമ്പോ നിസ്കാരത്തിന് ശേഷമോ ഒന്നോ അവന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മയും വരുന്നില്ല. അത് നിസ്കാരമല്ല. ആ നിസ്കാരം അനർത്ഥമല്ല. ആ നിസ്കാരം കൊണ്ട് പ്രതിഫലമില്ല. അള്ളാഹു നമുക്കൊക്കെ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇതുപോലെ ഇസ്ലാമിലൊരു പ്രധാനപ്പെട്ട കർമ്മമാണ് സക്കാത്ത്. എന്തിനാണ് സക്കാത്ത്? സമ്പന്നൻ അവന്റെ സമ്പത്തിന്റെ നിശ്ചിത വിഹിതം പാവപ്പെട്ടവർക്ക് കൊടുക്കുക എന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം അല്ലാഹു തആല പറയുന്നുണ്ട്. ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. നബിയെ, അങ്ങ് മുഅ്മിനീങ്ങളുടെ സ്വത്തിന്റെ സക്കാത്തിനെ വാങ്ങണം. എന്തിനു വേണ്ടി? തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. ആ സക്കാത്തിലൂടെ അവരെ പരിശുദ്ധരാക്കാൻ വേണ്ടി, അവരെ പവിത്രരാക്കാൻ വേണ്ടി. ഒരു മുഅ്മിൻ സക്കാത്ത് എന്ന മഹത്തായ കർമ്മം നിർവഹിക്കുമ്പോൾ അവന്റെ ശരീരം ശുദ്ധിയാവുന്നു, അവന്റെ സമ്പത്ത് ശുദ്ധിയാവുന്നു. പേരിന് വേണ്ടി സക്കാത്ത് കൊടുക്കുന്നുണ്ട്, അത് കൃത്യമാവുന്നില്ല, അതിലൂടെ അവന്റെ സമ്പത്ത് ശുദ്ധിയാകുന്നില്ല, അവന്റെ ജീവിതത്തിൽ പവിത്രത ഉണ്ടാകുന്നില്ല എങ്കിൽ ആ സക്കാത്തും അർത്ഥമില്ലാത്തതാണ്. ആ സക്കാത്തും നിഷ്ഫലമാണ് എല്ലാ ഇബാദത്തിനും. ഇനി ഹജ്ജ്, ഒരുപാട് കഷ്ടപ്പാട് സഹിക്കേണ്ട ഒരു അമലാണ് ഹജ്ജ്. ഒരുപാട് ത്യാഗം സഹിക്കേണ്ട അമലാണ് ഹജ്ജ്. എന്തിനു വേണ്ടിയാണ് ഹജ്ജ്? മക്കയിൽ ചെന്നിട്ട് അറഫയിലും മുസ്ദലിഫയിലും മിനയിലും അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ രാവും പകലും കേറി ഇറങ്ങി താമസിച്ച് കിടന്ന് ഉറങ്ങി ഒരാളെ തിരിച്ചു വരുമ്പോൾ എന്താണ് ഹജ്ജ് കൊണ്ടുള്ള ലക്ഷ്യം? വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്. ആ തീരുമാനിക്കപ്പെട്ട നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിനെ ഓർമ്മിക്കുവാൻ വേണ്ടിയാണ്. അറഫയിൽ ചെന്നിട്ട് അള്ളാഹുവിലേക്ക് കേണ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. മിനയിലും മുസ്ദലിഫയിലും എല്ലായിടത്തും അള്ളാഹുവിനെ ഓർമ്മിക്കാനാണ്, അള്ളാഹുവിനെ സ്മരിക്കാനാണ് ഹജ്ജ്. ഇതുപോലെ ആലോചിച്ച് നോക്കിയാൽ ഏതൊരു അമലിന്റെ പിന്നിലും അള്ളാഹു തആല വെച്ചിരിക്കുന്ന ലക്ഷ്യങ്ങൾ വ്യത്യസ്തമാണ്. ചുരുക്കത്തിൽ മൊത്തത്തിൽ അതിനെ നമ്മൾ പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്താനാണ്. അപ്പൊ നോമ്പ് എന്തിനു വേണ്ടിയാണ്? സുബഹി മുതൽ മഗ്രിബ് വരെ നമ്മൾ ഇങ്ങനെ പട്ടിണി ഇരിക്കുകയാണ്. അതിന് നോമ്പെന്ന് പറയില്ല, അത് നമുക്ക് എന്താ നിരാഹാരം എന്ന് പറയാം, അല്ലെ? അല്ലെങ്കിൽ ഉപവാസം എന്നൊക്കെ പറയാം, അല്ലെ? മുസ്ലിമീങ്ങൾ മാത്രമല്ല നിരാഹാരം നടത്തുന്നത്, ഉപവാസം നടത്തുന്നത് മുസ്ലിമീങ്ങൾ മാത്രമല്ല, അമുസ്ലിം സഹോദരങ്ങൾ എത്രയോ ആളുകള് റമദാനില് നമ്മളെപ്പോലെ നോമ്പെടുക്കുന്നുണ്ട്. ആരോഗ്യത്തിന് നല്ലതാണ് അവർക്ക്, അല്ലെ? അവരുടെ മനസ്സും ശരീരമൊക്കെ ഒന്ന് അവർക്ക് നിയന്ത്രണ വിധേയമാകുന്നതിന് വേണ്ടി നല്ലതാണ്. ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് 50 ദിവസത്തേക്ക് വ്രതങ്ങളുണ്ട്. അതുപോലെ ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം, പക്ഷെ മാംസമോ മത്സ്യമൊന്നും കഴിക്കാൻ പാടില്ല. പിന്നെ ആരെ ഉപദ്രവമായ വാക്കുകളൊന്നും പറയാൻ പാടില്ല. അങ്ങനെ ഉണ്ട്. പക്ഷേ ഒരു സത്യവിശ്വാസി അനുഷ്ഠിക്കുന്ന നോമ്പ് കൊണ്ടുള്ള ലക്ഷ്യം എന്താണ്? വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മുഅ്മിനീങ്ങളെ, അള്ളാഹു എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. വിശുദ്ധമായ ഖുർആൻ നോമ്പെടുക്കാൻ നമ്മോട് കൽപ്പിച്ചപ്പോൾ അതിനോട് ചേർത്ത് അല്ലാഹു തആല പറഞ്ഞു അതിന്റെ ലക്ഷ്യം, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. അല്ലാഹ് കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കടന്നുപോയ സമുദായങ്ങൾക്ക് അല്ലാഹ് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ ലഅല്ലകും തത്തഖൂൻ, അതാണ് ലക്ഷ്യം.
അതാണ് നോമ്പ് കൊണ്ടുള്ള ലക്ഷ്യം. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുവാൻ വേണ്ടി, നിങ്ങൾ ഭക്തിയുള്ളവരാകുവാൻ വേണ്ടി. നോമ്പിനെ ഇതിലേക്ക് കണക്ട് ചെയ്യണം. ഇതല്ലാത്ത നോമ്പ് വെറും പട്ടിണിയാണ്, ഉപവാസമാണ്, നിരാഹാരമാണ്. അള്ളാഹു പറഞ്ഞ നോമ്പ് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയുള്ള നോമ്പാണ്. അള്ളാഹു നമുക്ക് നൽകട്ടെ. ഇത് സാക്ഷാത്കരിച്ചാൽ മാത്രമേ നമുക്ക് നോമ്പാവുള്ളൂ, അല്ലേ? ആലോചിച്ചു നോക്കി. 10 വർഷമായിട്ട് നോമ്പെടുക്കുന്നവരുണ്ടാവും, 20 വർഷമായിട്ട് നോമ്പെടുക്കുന്നുണ്ട്. ആയുസ് നമ്മളൊന്ന് കൂട്ടി വയ്ക്കാൽ 40 വർഷമായിട്ട് ഒരു റമദാനിലും മുടക്കാതെ നോമ്പെടുക്കുന്നവരുണ്ടാകും. 50 വർഷമായിട്ടൊക്കെ നോമ്പിടല്ലേ, 70 വയസ്സുകാരും 60 വയസ്സുകാരൊക്കെ ഇവിടെ ഉണ്ട്, സദസ്സിലുണ്ട്. പക്ഷേ ലഅല്ലകും തത്തഖൂൻ, അല്ലാഹു ഖുർആനിൽ നോമ്പിലൂടെ പറഞ്ഞ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? തഖ്വയുള്ളവരാകാൻ വേണ്ടി. എന്താണ് തഖ്വ? എന്താണ് തഖ്വ? വളരെ സിമ്പിളാണ്. തഖ്വ എന്തെന്ന് ചോദിച്ചാൽ മറുപടി വളരെ എളുപ്പമാണ്. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? അദാഉ മാ ഫറളല്ലാഹു അലൈഹി വജ്തിനാബു അമ്മാ ഹറമല്ലാഹ്. അല്ലാഹു തആല നമുക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങൾ, ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുക. അല്ലാഹു തആല ചെയ്യരുതെന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്, നിഷിദ്ധമാക്കിയ കുറെ കാര്യങ്ങളുണ്ട്, അത് ഉപേക്ഷിക്കുക. തഖ്വയായി. വളരെ എളുപ്പമാണ്. അല്ലാഹു തആല ചെയ്യാൻ പറഞ്ഞ നന്മകൾ ചെയ്യുക, അല്ലാഹു തആല അരുതെന്ന് പറഞ്ഞ തിന്മകൾ ഉപേക്ഷിക്കുക. എല്ലാത്തിലും ഇത് വരും. നമ്മളുടെ വാക്കിലും പ്രവൃത്തിയിലും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കണം. നമ്മളുടെ ചലനങ്ങളിലും നിശ്ചലനങ്ങളിലും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കണം. നമ്മളുടെ കുടുംബ ബന്ധങ്ങളിൽ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കണം. നമ്മളുടെ സാമൂഹ്യ ഇടപെടലുകളിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക. ഏത് കാര്യത്തിലെടുത്താലും നന്മയുമുണ്ട്, തിന്മയുമുണ്ട്. കുടുംബ ബന്ധത്തിലുണ്ട്, കുടുംബക്കാരോട് സഹകരിക്കുന്നതിലുണ്ട്, ഭാര്യ ഭർത്തൃ ബന്ധത്തിലുണ്ട്, രക്ഷകർത്താക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലുണ്ട്, ഗുരുശിഷ്യ ബന്ധത്തിലുണ്ട്, സാമൂഹ്യ ബന്ധങ്ങളിലുണ്ട്. എല്ലാത്തിലും നന്മയുമുണ്ട്, തിന്മയുമുണ്ട്. നന്മ ഏതാണ്, തിന്മ ഏതാണെന്ന് അല്ലാഹു വ്യക്തമാക്കി തന്നു. ഹലാലായതിനെ ചെയ്യുക, ഹറാമിനെ ഉപേക്ഷിക്കുക. ഇതാണ് തഖ്വ. ഈ തഖ്വയാണ് നോമ്പിലൂടെ നമുക്ക് നേടിയെടുക്കേണ്ടത്. നമുക്ക് സാധ്യമായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, നമ്മളുടെ നോമ്പ് അനർത്ഥമായി, നമ്മളുടെ നോമ്പ് സാക്ഷാത്കരിക്കപ്പെട്ടു. ഇല്ല, ഇത്രയും വർഷമായിട്ടല്ല, പതിറ്റാണ്ടുകളായി നോമ്പെടുക്കുന്നുണ്ട്. ഓരോ റമദാനിലും ഒരു നോമ്പും വിടാറില്ല. എത്ര അനാരോഗ്യമാണെങ്കിലും നോമ്പ് വിടാറില്ല, എത്ര അസുഖമാണെങ്കിലും നോമ്പ് വിടാറില്ല. പക്ഷെ അതൊക്കെ ശരി തന്നെ. ആ നോമ്പിലൂടെ ലക്ഷ്യമാകുന്ന തഖ്വ നമുക്ക് സാധ്യമായില്ല എങ്കിൽ, എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അടിവരയിട്ട് പറയട്ടെ, എന്റേതാകട്ടെ നിങ്ങളാകട്ടെ, നോമ്പ് അത് വെറും പട്ടിണി നോമ്പാണ്. പടച്ചവൻ കാത്തിരക്ഷിക്കട്ടെ. നോമ്പിലൂടെ വിജയിക്കാമെന്നല്ല പറഞ്ഞിട്ടില്ല, തഖ്വയിലൂടെ നിങ്ങൾക്ക് വിജയിക്കാമെന്നല്ല പറഞ്ഞു. വിശുദ്ധ ഖുർആൻ മനോഹരമായി വിവരിക്കുന്നുണ്ട്. തഖ്വയുള്ളവർക്കാണ് വിജയം. അള്ളാഹു തഖ്വയുള്ളവരോടൊപ്പമാണ്. തഖ്വയുള്ളവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം. ആലോചിച്ചു നോക്കിയേ. നോമ്പ് അത് അനർത്ഥമായേ പറ്റു മുഅ്മിനീങ്ങളെ. അസുഖക്കാർക്ക് നോമ്പ് പിടിക്കുന്ന നിർബന്ധമൊന്നുമില്ല, യാത്രക്കാർക്ക് നോമ്പ് പിടിക്കുന്ന നിർബന്ധമൊന്നുമില്ല. ഒരുപാട് ഒഴിവ് നമുക്ക് നോമ്പിന്റെ കാര്യത്തിലുണ്ട്. പക്ഷേ നോമ്പ് അനുഷ്ഠിച്ചാലും അനുഷ്ഠിച്ചില്ലെങ്കിലും നമ്മൾ കൈമോശം വരാത്തൊരു കാര്യം വേണം. അതാണ് തഖ്വ. അതാണ് തഖ്വ. അല്ലാഹു തആല ഏതൊരു കാര്യം കൽപ്പിച്ചുവോ അതിൽ നിന്ന് പിന്മാറരുത്. അല്ലാഹ് ചെയ്യരുതെന്ന് ഏത് കാര്യം പറഞ്ഞിട്ടുണ്ടോ അതിലേക്ക് നിങ്ങൾ അടുക്കരുത്. ഇതാണ് തഖ്വ. ഇത് നമ്മളിൽ ഉണ്ടാകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത് ഉള്ളവൻ വിജയിച്ചു. ഇവനാണ് അന്തിമ വിജയം. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. തഖ്വയുള്ളവർക്കാണ് അന്തിമ വിജയം. വല്ലാഹു വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ. നിങ്ങൾ അറിയണേ, അല്ലാഹു മുത്തഖീങ്ങളോടൊപ്പമാണ്. ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. അല്ലാഹു മുത്തഖീങ്ങളെ ഇഷ്ടപ്പെടുന്നവനാണ്. തഖ്വ, മുത്തഖീങ്ങൾ, ഖുർആനിന്റെ മുഴുവൻ ഉള്ളടക്കവും നമ്മളിൽ തഖ്വ ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള ഉത്ബോധനങ്ങളാണ്. തഖ്വ ഉണ്ടാകണം. അല്ലാത്ത നോമ്പ്,
പടച്ചവനെ, എത്രയോ ഉദാഹരണങ്ങൾ ഹദീസുകൾ എന്ന് പരിധി നോക്കിയാൽ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്നത് കാണാം. തഖ്വയില്ലാത്ത നോമ്പ്, അതുകൊണ്ട് ദുനിയാവിൽ അവൻ ഒരു നേട്ടവുമില്ല, പരലോകത്തിലും നേട്ടമില്ല. ലൈസ സ്വായിമു മിനൽ അക്ലി വശ്ശുറും, ലൈസ സിയാമു മിനൽ അക്ലി വശ്ശുറും. നോമ്പെന്ന് പറയുന്നത് ഭക്ഷണം ഉപേക്ഷിക്കുന്നതല്ല. നോമ്പെന്ന് പറയുന്നത് പാനീയം ഉപേക്ഷിക്കലല്ല. ഇന്നമസ്സിയാമു മിനൽ ലഗ്വി വറഫസ്. നിശ്ചയം നോമ്പ് വേണ്ടത് അത് പാഴ്വർത്തമാനങ്ങളിൽ നിന്നും, മോശമായ വർത്തമാനങ്ങളിൽ നിന്നുമാണ്. അല്ലാഹു അക്ബർ. നോമ്പെടുത്തിട്ട് നേരം വെളുത്ത മുതൽ ഇരുട്ടുന്നത് വരെ കൂട്ടുകാരുമായിട്ടിരിക്കുമ്പോൾ, അല്ലെ കടപ്പുറത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ജംഗ്ഷനിരിക്കുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്തയിലും നമ്മളുടെ വാക്കുകളിലും മോശമായ എത്ര വാക്കുകൾ, എത്ര പദപ്രയോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നോമ്പാണ്. അർത്ഥമില്ല മുഅ്മിനീങ്ങളെ, ഇത് ഞാൻ എന്നോട് പറയുകയാണ്, ഞാൻ രണ്ടാമത് നിങ്ങളോടും പറയുകയാണ്. നമ്മളുടെ നോമ്പ് യാഥാർത്ഥ്യമുള്ള നോമ്പാകട്ടെ, നമ്മുടെ നോമ്പ് തഖ്വയുള്ള നോമ്പാകട്ടെ. നോമ്പെന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാതിരിക്കലല്ല, ഭക്ഷണം കഴിക്കാതിരിക്കലല്ല. നോമ്പെന്ന് പറഞ്ഞാൽ നിന്റെ വാക്കിൽ നിന്ന് മോശമായ വാക്കുകൾ വരാതിരിക്കലാണ്, നിന്റെ പ്രവർത്തിയിൽ മോശമായ പ്രവർത്തനങ്ങൾ വരാതിരിക്കലാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ നോമ്പെടുത്ത രണ്ട് സ്ത്രീകളുടെ കഥ കേട്ടിട്ടുണ്ടല്ലോ. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ്. രണ്ട് സ്ത്രീകൾ രാവിലെ മുതൽ നോമ്പെടുത്തു, ഭക്ഷണമെല്ലാം ഉപേക്ഷിച്ചു, വെള്ളമെല്ലാം ഉപേക്ഷിച്ചു. പക്ഷേ സമയം പോകാൻ വേണ്ടി, ടൈം പാസിന് വേണ്ടി അപ്പുറത്തെ താത്ത ഇപ്പുറത്തെ താത്ത അടുത്ത് വന്നിരുന്നു. സമയം പോണ്ടേ, നോമ്പല്ലേ, വേറെ ജോലിയൊന്നുമില്ലല്ലോ. രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി. സംസാരിച്ചപ്പോൾ പലതും കടന്നു വന്നു. അയൽവാസികളുടെ കാര്യങ്ങൾ കടന്നു വന്നു, അവരുടെ ബന്ധുക്കളുടെ കാര്യങ്ങൾ കടന്നു വന്നു, നാട്ടിൽ നടക്കുന്ന പലതും കടന്നു വന്നു. രണ്ടുപേരും വളരെ ആവേശത്തിൽ സംസാരിച്ചു. രണ്ടുപേരും നല്ലതുപോലെ മറ്റുള്ളവരെ കുറിച്ച് പരിദൂഷണം പറഞ്ഞു. മറ്റുള്ളവരുടെ പച്ചമാംസം രണ്ടുപേരും നല്ലതുപോലെ തിന്നു. കുറെ സമയം കഴിഞ്ഞപ്പോ രണ്ടുപേരും അവശരായി. ഒരു സഹാബി വര്യൻ ഓടി വന്നു ഇലാ ഹദറത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബിയുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയേ, ഇന്ന ഹാഹുനാ ഹാതൈനി ഇംറതൈനി സമത. ഇവിടെ രണ്ട് പെണ്ണുങ്ങൾ നോമ്പെടുത്തു നബിയേ. കാദത്ത അൻ തമൂത, രണ്ടുപേരും ഇതാ മരിക്കാറായിരിക്കുന്നു. രണ്ടുപേരും പെട്ടെന്ന് അവശരായി, പെട്ടെന്ന് ശരീരം കുഴഞ്ഞു പോയി, രണ്ടുപേരും മരിക്കാൻ പോവുകയാണ്. എന്തെങ്കിലും പരിഹാരം കാണണം നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിബിതങ്ങൾ എന്ത് ചെയ്തു? കേട്ടില്ലാത്തതുപോലെ, കേൾക്കാത്തതുപോലെ ഇരുന്നു, ശ്രദ്ധിച്ചില്ല നിബിതങ്ങൾ. അയാൾ തിരിച്ചുപോയി. പക്ഷേ കുറെ കഴിഞ്ഞു, ഉച്ചയായപ്പോൾ വീണ്ടും ഈ മനുഷ്യൻ ഓടി വന്നിട്ട് പറഞ്ഞു, നബിയേ, എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ നോമ്പുകാരായ രണ്ട് പെണ്ണുങ്ങളും മരിച്ചു പോകും നബിയേ. അത്ര വളരെ അവശതയാണ്, എന്തെങ്കിലും ഒരു പരിഹാരം കാണണം നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതൂനി ബിഹിമാ, രണ്ടുപേരും കൊണ്ടുവാ. രണ്ട് സ്ത്രീകളും തങ്ങളുടെ അടുക്കൽ വന്നു. രണ്ടുപേരെയും തങ്ങൾ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയൊരു പാത്രം കൊണ്ടുവരാൻ കൽപ്പിക്കുകയാണ്. ആ പാത്രം കൊണ്ടുവന്ന് രണ്ട് പെണ്ണുങ്ങളുടെ മുന്നിൽ വെച്ചു കൊടുത്തു. ആദ്യത്തെ ആളിനോട് പറഞ്ഞു, നീ അതിലേക്ക് ഛർദ്ദിക്കുക, നിന്റെ വയറ്റിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറട്ടെ. ആ സ്ത്രീ അങ്ങ് ഛർദ്ദിക്കാൻ തുടങ്ങി. ചലവും ചീഞ്ചലവും രക്തവും മാംസവുമായിട്ട് കുറെ ആ പാത്രത്തിന്റെ പകുതി ഭാഗം ആ പെണ്ണ് ഛർദ്ദിച്ചു വെച്ചു. രണ്ടാമത്തെ ആളിനോട് പറഞ്ഞു, നീയും ഛർദ്ദിക്ക്. അവളും ചലവും മാംസവും രക്തവും എല്ലാം ആ പാത്രത്തിലേക്ക് ഛർദ്ദിച്ചു. ആ വലിയ പാത്രം ചേർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹുമാ സാമത്താ അമ്മാ ഹല്ലല്ലാഹു ലഹുമാ, അല്ലാഹു ഹലാലാക്കിയ കാര്യത്തിനെ തൊട്ട് അവർ രണ്ടുപേരും നോമ്പെടുത്തു. അവരോട് ഭക്ഷണം കഴിക്കേണ്ടെന്ന് പറഞ്ഞില്ല, വെള്ളം കുടിക്കേണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷേ വെള്ളം കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ അവർ നോമ്പെടുത്തു. വഅഫ്തറതാ അലാ മാ ഹറമല്ലാഹു ലഹുമാ, അല്ലാഹു ഹറാമാക്കിയ കാര്യത്തെ തൊട്ട് അവർ നോമ്പ് മുറിച്ചു. അല്ലാഹ് ആരെ കുറിച്ച് ഗീബത്ത് പറയരുതെന്ന് പറഞ്ഞു, അതവർ ചെയ്തു. ആരെയും മോശം പറയരുതെന്ന് പറഞ്ഞു, നമീമത്ത് പറയരുതെന്ന് പറഞ്ഞു, ഇത് ചെയ്തു. ഇങ്ങനെയാണ് അല്ലാഹ് അവർക്ക് പരീക്ഷണം കൊടുത്തത്. അതാണ് അവർ ഇവിടെ തുപ്പി വെച്ചത്, ഛർദ്ദിച്ചു വെച്ചത്.
ഈ ചരിത്രത്തിൽ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് വലിയ ഗുണപാഠമുണ്ട്. നമ്മളുടെ നാവിന് നോമ്പെടുക്കണ്ടേ, നമ്മളുടെ കണ്ണുകൾക്ക് നോമ്പെടുക്കണ്ടേ, നമ്മളുടെ കാതുകൾക്ക് നോമ്പെടുക്കണ്ടേ. നോമ്പിന്റെ മഹത്വം ആരോടും പറയേണ്ട ആവശ്യമില്ല. അൽഹംദുലില്ലാഹ് 99% ആളുകളും നോമ്പെടുക്കുന്നുണ്ട്. പള്ളികളൊക്കെ സജീവമായിട്ടുണ്ട്, പള്ളികളിലേക്ക് നിസ്കാരക്കാർ കൂടിയിട്ടുണ്ട്. സന്തോഷം തന്നെ, ആഹ്ലാദഭരിതമാണ്. പക്ഷേ നോമ്പിന് യാഥാർത്ഥ്യമുണ്ടാകണം. ആ നോമ്പിന് നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പിന് യാഥാർത്ഥ്യമുണ്ടാകണം. മല്ലം യദഅ ഖൗലസ്സൂർ വൽ അമല ബിഹി വൽ ജഹൽ. ആര് മോശമായ സംസാരം ഉപേക്ഷിക്കുന്നില്ലയോ, ആര് കള്ളസത്യങ്ങൾ ഉപേക്ഷിക്കുന്നില്ലയോ, ആര് വിവരമില്ലായ്മ ഉപേക്ഷിക്കുന്നില്ലയോ, ലൈസ ലില്ലാഹി ഹാജത്തുൻ യദഅ തഅമഹു വശറാബ. അവൻ വെള്ളം കുടിക്കാതിരിക്കുന്നതില്, അവൻ ഭക്ഷണം ഉപേക്ഷിക്കുന്നതില് അല്ലാഹുവിനൊരു ആവശ്യവുമില്ല. അള്ളാഹുവിനൊരു ആവശ്യവുമില്ല. അങ്ങനെ നമ്മള് വോയിസ് ഓഫ് റാത്തിക്കൽ ഞാൻ കഴിഞ്ഞ വർഷം ഒക്കെ നമ്മളത് ഒരു ഉപ്പാടെ സംഭവം ഉണ്ടല്ലോ. 3 ചെറുപ്പക്കാര് ഒരു ഉപ്പയോട് സംസാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വളരെ വയോവൃദ്ധനായ ഒരു ഉപ്പ വഴിവക്കിലിരുന്ന് റമളാൻ മാസത്തിൽ ഭക്ഷണം കഴിക്കുന്ന. അപ്പോൾ ഈ നോമ്പുകാരായ ചെറുപ്പക്കാർ അദ്ദേഹത്തെ ആക്ഷേപിച്ചു, റമളാൻ മാസത്തിൽ നിങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ ഉപ്പ പറഞ്ഞു, മക്കളെ എനിക്കും നോമ്പാണ്. ഈ ചെറുപ്പക്കാർ ആക്ഷേപിച്ചു, ഭക്ഷണം കഴിക്കുന്ന ആളിന് നോമ്പെന്നോ, നിങ്ങൾ എന്ത് ഭ്രാന്താ പറയുന്നത് അല്ലെ? പ്രായമേറിയപ്പോഴേക്കും ബുദ്ധി പോയത്, ഓർമ്മ പോയതായിരിക്കും. ആ ഉപ്പ 3 ചെറുപ്പക്കാരെയും പിടിച്ചിരുത്തിയിട്ട് സമാധാനത്തോടെ പറഞ്ഞു, പൊന്നുമക്കളെ, നോമ്പാണ്, എന്റെ നാവിന് നോമ്പാണ്. എന്റെ നാവ് കൊണ്ട് ഞാൻ ആരെയും പരദൂഷണം പറയുന്നില്ല, ആരെയും ഞാൻ ആക്ഷേപിക്കുന്നില്ല, ആരെയും ഞാൻ ചീത്ത വിളിക്കുന്നില്ല. എന്റെ കണ്ണുകൾക്ക് നോമ്പാണ് മക്കളെ, എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഹറാമായതൊന്നും കാണുന്നില്ല, അല്ലാഹ് നിരോധിച്ചതൊന്നും എന്റെ കണ്ണുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. എന്റെ കാതുകൾക്കും നോമ്പാണ് മക്കളെ, അല്ലാഹ് ഹറാമാക്കിയതൊന്നും ഞാൻ എന്റെ കാത് കൊണ്ട് കേൾക്കുന്നില്ല. എന്റെ കൈകൾക്കും എന്റെ നോമ്പാണ്, എന്റെ കാലുകൾക്കും നോമ്പാണ്. ഈ അവയവങ്ങൾ കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തതൊന്നും ഞാൻ ചെയ്യുന്നില്ല. പിന്നെ ഞാൻ വയോവൃദ്ധനാണ്, ആരോഗ്യമില്ലാത്ത ആളാണ്, എനിക്ക് ഭക്ഷണം കഴിക്കാതെ ജീവിച്ചിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ വിശപ്പടക്കാൻ വേണ്ടി ഞാൻ ഒരല്പ ഭക്ഷണം കഴിക്കുന്നുണ്ട് മക്കളെ, അത് മാത്രമാണ്. ഇനി നിങ്ങൾ 3 പേരും പറ, നിങ്ങൾ യഥാർത്ഥ നോമ്പുകാരാണോ? 3 പേർക്കും മറുപടി പറയാൻ കഴിഞ്ഞില്ല. കാരണം അവർക്ക് തന്നെ അറിയാം, റബ്ബേ, ഞങ്ങളുടെ വയറിന് മാത്രമാണ് നോമ്പ്, കണ്ണിനും കാതിനും നാവിനും നോമ്പില്ല. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഈ യഥാർത്ഥത്തിലുള്ള നോമ്പ് നമുക്കുണ്ടായാൽ അല്ലാഹുവേ, നമ്മൾ നന്നായി, നമ്മളുടെ കുടുംബം നന്നായി, നമ്മളുടെ നാട് നന്നായി. പരസ്പര കലഹങ്ങളില്ല, പരസ്പര പോർവിളികളില്ല, പരസ്പര ആക്ഷേപങ്ങളും വൈരാഗ്യങ്ങളും ഒന്നുമില്ല. മനസ്സ് ശുദ്ധിയായി, അതാണ് തഖ്വയുള്ള നോമ്പ്. അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഈ തഖ്വയുള്ള നോമ്പ് നമുക്കുണ്ടായാൽ പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഭൂമിയിൽ രാജകുമാരന്മാരാകും. നാളെ പരലോകത്തോ അല്ലാഹു വാഗ്ദാനം ചെയ്ത റയ്യാനുണ്ടല്ലോ, അത് ഏത് നോമ്പുകാർക്കാണ്? എല്ലാവരും വിചാരിക്കുന്ന 30 ദിവസം നോമ്പെടുത്ത റയ്യാൻ കവാടം കിട്ടുമെന്നാണ് അല്ലേ? നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ വാത് പറയുമ്പോഴൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. രഹസ്യമായിട്ട് നോമ്പെടുത്തവർക്ക് ഹിസാബില്ലാതെ, സിറാത്തില്ലാതെ, മഹ്ശറയുടെ ഒരു ഭയാനകതയുമില്ലാതെ അല്ലാഹു തആല അവരെ രഹസ്യമായി സ്വർഗത്തിലെത്തിക്കും. സ്വർഗത്തിലുള്ള മാലാഖമാര് പോലും അത്ഭുതത്തോടെ ചോദിക്കുമല്ലോ, ഏ മനുഷ്യരെ, നിങ്ങൾ എങ്ങനെയാണ് സ്വർഗത്തിലെത്തിയത്? മനുഷ്യരെല്ലാം മഹ്ശറയിൽ കിടന്ന് അന്തം വിട്ടിരിക്കുകയല്ലേ? ഹിസാബ് കഴിഞ്ഞില്ലല്ലോ, മീസാൻ കഴിഞ്ഞില്ലല്ലോ, കിതാബ് നൽകപ്പെട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തിയത് എന്ന് മലക്കുകൾ സ്വർഗത്തിൽ പറവകളായി, പച്ചപ്പറവകളായി പാറി നടക്കുന്നവരോടല്ല ചോദിക്കുമ്പോ, മലക്കുകൾ ചോദിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾ അല്ലാഹുവിന് രഹസ്യമായി നോമ്പെടുത്തവരാ, അതുകൊണ്ട് അല്ലാഹു നമ്മളെ ഹിസാബില്ലാതെ, ആരും അറിയാതെ രഹസ്യമായി നമ്മളെ സ്വർഗത്തിലേക്ക് കടത്തിവിട്ടു. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നോമ്പുകാരാര്? പട്ടിണി വെറുതെ ഇരുന്നിട്ട് നോമ്പെടുത്തവരല്ല, കണ്ണിനും കാതിനും നാവിനും സർവ അവയവങ്ങൾക്കും നോമ്പെടുത്തിട്ട് തഖ്വയുള്ള നോമ്പനുഷ്ഠിച്ചവരാണ്. അല്ലാഹുവേ, പാപികളായ ഞങ്ങളുടെ നോമ്പും തഖ്വയുള്ള നോമ്പാക്കണേ അല്ലാ.
ഇതില്ലാതെ കണ്ണുകളെയും കാതുകളെയും നാവിനെയും സൂക്ഷിക്കാതെ വെറും പട്ടിണി നോമ്പ് കൊണ്ട് പടച്ചവനെ നീ ഞങ്ങളുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയുമല്ല റബ്ബേ. ആ നോമ്പിനെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. 10, 20, 30, 40, 50 വർഷമായി പ്രിയമുള്ളവരെ നമ്മളൊക്കെ നോമ്പെടുക്കുമ്പോഴും ജീവിതത്തിന് പരിവർത്തനമുണ്ടാകാത്ത നോമ്പ്. അതെ, ഒരു റമളാൻ വരുമ്പോൾ ഭക്ഷണത്തിന്റെ ആഘോഷമാക്കുന്ന നോമ്പ്, നോമ്പ് തുറയുടെ ആഘോഷമാക്കുന്ന നോമ്പ്. അതുകൊണ്ട് എന്ത് ലക്ഷ്യമാണ്? ഒന്നുമില്ല. മറിച്ച് നോമ്പ് അനുഷ്ഠിച്ചാൽ അത് തഖ്വയുള്ള നോമ്പാകണം. ഒരു നോമ്പാണ് അനുഷ്ഠിക്കാൻ നിനക്ക് കഴിയുക. അതല്ലാത്ത നോമ്പിന് നിനക്ക് അനാരോഗ്യമുണ്ടോ, അസുഖങ്ങളുണ്ടോ, കുഴപ്പമില്ല. പക്ഷെ നീ കൈവിടല്ലേ, തഖ്വയെ കൈവിടല്ലേ. അവിടെയാണ് ആ തഖ്വയുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നമുക്കൊരു പ്രശ്നമല്ല, ഒരു പ്രതിസന്ധിയും പ്രതിസന്ധിയല്ല. എല്ലാത്തിനും ഇന്ന് ടെൻഷനല്ലേ, എല്ലാത്തിനും ഇന്ന് പ്രയാസങ്ങളല്ലേ. ആളുകൾക്ക് എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്നറിയാതെ നെട്ടോട്ടമോടുന്നൊരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നവതലമുറ. നമ്മളൊന്ന് കണ്ണോടിച്ചാൽ പ്രിയമുള്ളവരെ എന്തൊക്കെയാണ് കാണുന്നത്? വാർത്തകളിൽ ഞെട്ടിത്തരിച്ചു പോകുന്ന സംഭവ വികാസങ്ങൾ. എന്താണ്? ലക്ഷ്യമില്ലാതെ മനുഷ്യൻ ഇങ്ങനെ അലയുകയാണ്. എവിടെ പോകണമെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. ആ ഒരു സമയത്ത് തഖ്വ എന്ന് പറയുന്ന ഒരു സംഗതി ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അല്ല പറയുകയാണ്, തഖ്വ എന്ന് പറയുന്ന അമൂല്യ സ്വത്ത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അല്ലാഹു തആല ഏത് പ്രതിസന്ധിയിലും അവന് പോംവഴി കൊടുക്കും. നിന്റെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ നിറവേറാൻ നീ ഒരു ടെൻഷനും അടിക്കണ്ട, നിനക്കൊരാശങ്കയും വേണ്ട. നീ തഖ്വയുള്ളവനാണോ, അല്ലാഹു നിന്റെ കാര്യങ്ങളെ ഏറ്റെടുക്കും. നീ ഒന്നിന്റെ പേരിലും പേടിക്കണ്ട. ശത്രുക്കളെ പേടിക്കുന്ന കാലമല്ലേ ഇന്ന് നമ്മൾ. എല്ലാ തരത്തിലും നമുക്ക് ശത്രുക്കളെ പേടിയാണ്. എവിടെ നിന്നാണ് എപ്പോഴാണ് നമുക്ക് പണികൾ കിട്ടുന്നറിയില്ല. അങ്ങനൊരു കാലത്താണ് ജീവിക്കുന്നത്. എന്നാൽ ഖുർആൻ പറയുന്നു, മുഅ്മിനേ, നീ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ക്ഷമിച്ച് ജീവിച്ചാൽ ആരുടെ കുതന്ത്രവും നിന്നിലേക്ക് എത്തുകയില്ല, നിനക്കൊരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. പക്ഷേ തഖ്വയെ മുറുകെ പിടിക്കണം, തഖ്വയോടെ ജീവിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമളാനിന്റെ ഓരോ ദിനങ്ങളും നമ്മൾ അറിയാതെ കടന്നു പോകുകയാണ്. നല്ല ക്ഷീണമുണ്ട് റമളാനിന്റെ നോമ്പിനല്ലേ. പ്രത്യേകിച്ച് നോമ്പെടുത്തുകൊണ്ട് ദിവസ ജോലി ചെയ്യുന്ന സഹോദരങ്ങളുണ്ട്. ഒരുപാട് പുറത്ത് ജോലി ചെയ്യേണ്ടി വരുന്നവർ. വലിയ കഷ്ടപ്പാടാണ്, വലിയ ത്യാഗമാണ്. അല്ലാഹു അവർക്ക് ഉന്നതമായ പ്രതിഫലം കൊടുക്കട്ടെ. നോമ്പിന് എത്രത്തോളം ത്യാഗം നമ്മൾ സഹിക്കുമോ, എത്ര പ്രയാസം സഹിക്കുമോ, അതനുസരിച്ച് ആ നോമ്പിന് പ്രതിഫലം കൂടും അല്ലെ. AC ഒക്കെ ഉണ്ട്, ശരി തന്നെ. ശീതീകരിച്ച പള്ളിയൊക്കെ ആണെന്ന് അൽഹംദുലില്ലാഹ് നമ്മളെ ജമാഅത്തിലെ 3 പള്ളിയും ശീതീകരിച്ചു അല്ലെ ഈ റമളാനിൽ. അഴകമ്പള്ളിയും മൗണ്ടിലും എല്ലായിടത്തും AC ആയി. വളരെ സന്തോഷമായിട്ടുണ്ട്. അപ്പോ ഇതിനിടയിലും എത്രയോ പാവങ്ങൾ അല്ലാഹുവേ പുറത്തു കിടന്ന് നോമ്പെടുത്തുകൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. നമ്മളൊക്കെ എത്ര സുഖം. ഈ സദസ്സിലും ഉണ്ടാകും അങ്ങനെയുള്ളവർ. നോമ്പെടുത്തുകൊണ്ട് ഉറങ്ങാൻ പറ്റൂല, പകല് ജോലിയാണ് മണിക്കൂറുകളോളം. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നോമ്പും തുറന്ന് രാത്രി പള്ളിയിൽ വന്നിട്ട് ഒരു റക്അത്ത് പോലും തറാവീഹ് മുടക്കാതെ നിസ്കരിക്കുന്നവരുണ്ട്. അൽഹംദുലില്ലാഹ്. പക്ഷേ അതാണ് ഈമാൻ, അതാണ് വിശ്വാസം അല്ലെ. ഇനി എത്രയൊക്കെ ശീതീകരിച്ച പള്ളിയാണെങ്കിലും ചില ആളുകൾ 2 റക്അത്ത് കഴിയുമ്പോൾ 4 റക്അത്ത് കഴിയുമ്പോൾ 8 റക്അത്ത് ആകുമ്പോഴേക്കും ഈ പള്ളി ഇത്രയും തണുപ്പാണെങ്കിലും സുന്ദരമായിട്ട് മനോഹരമാണെങ്കിലും പള്ളിക്കകത്ത് ഇരിക്കാൻ തോന്നൂല, പെട്ടെന്ന് പുറത്ത് ചാടാൻ തോന്നും. അസറിന് ശേഷമുള്ള പ്രസംഗമായാലും പുറത്തിരുന്ന ചൂടാണ്, പ്രയാസമാണ്, ചൂട് കാറ്റാണ്. അകത്തിരുന്ന നല്ല കാര്യം കേൾക്കുകയും ചെയ്യാം, നല്ല തണുപ്പത്തിരിക്കുകയും ചെയ്യാം. എങ്കിലും മനസ്സനുവദിക്കില്ല. എന്നാലും അനുവദിക്കൂല, മറ്റേ ആൾ വിളിച്ചുകൊണ്ട് പോകും. അപ്പൊ അതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈ റമളാൻ മാസം നമ്മൾ നോമ്പനുഷ്ഠിച്ച് എത്രത്തോളം ത്യാഗം സഹിക്കുന്നു. ജീവിതത്തിൽ ഉപജീവന മാർഗത്തിന് വേണ്ടി എല്ലാവർക്കും വീട്ടിൽ കയറി ഇരിക്കാൻ പറ്റൂല, എല്ലാവർക്കും നോമ്പെടുത്തുള്ള റെസ്റ്റ് എടുക്കാൻ പറ്റൂല. ഒരുപാട് ജോലി ഉണ്ടാവും, ഒരുപാട് തിരക്കുണ്ടാവും, ഒരുപാട് കഷ്ടപ്പാടുണ്ടാവും. അതൊക്കെ സഹിച്ചുകൊണ്ടുള്ള നോമ്പ് അല്ലാഹു തആല അതിനാണ് ഉന്നതമായ പ്രതിഫലം കൊടുക്കുക.
അതിനോടൊപ്പം പ്രിയമുള്ളവരെ, ആ വിശപ്പ് സഹിക്കുന്നതിനോടൊപ്പം, നമ്മളുടെ ദാഹം സഹിക്കുന്നതിനോടൊപ്പം നമ്മളുടെ അമല് പൊളിഞ്ഞു പോകുന്നതൊന്നും നമ്മളുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകരുത്, കർമ്മങ്ങളിൽ ഉണ്ടാകരുത്. പലപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ, നോമ്പാകുമ്പോൾ പലർക്കും ഒരുപാട് ഫ്രീ ടൈം കിട്ടും, ഒരുപാട് സമയം നമുക്ക് ഉണ്ടാകും. ആ സമയങ്ങള് നമ്മൾ പാഴാക്കാതെ ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.